നിങ്ങൾ വർത്തമാന പുസ്തകം എന്ന് കേട്ടിട്ടുണ്ടോ? മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്ന നിലയിലാവും നമ്മളിൽ പലരും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതൊരു സാധാരണ ട്രാവലോഗാണെന്ന് വിചാരിച്ചാൽ തെറ്റി. ഒരു ജനത അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ ഇതിഹാസതുല്യമായ ഒരു പോരാട്ടത്തിന്റെ കഥയാണ് ആ പുസ്തകം. അപ്പൊ നമുക്ക് ആ കഥയിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. ഈ ഒരു ചോദ്യം അത് മനസ്സിൽ വെച്ചോളൂ. കാരണം ഈ കഥയുടെ ഓരോ ഘട്ടത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഒരു സാധാരണ പുസ്തകം എങ്ങനെയാണ് ഒരു ജനതയുടെ തോൽപ്പിക്കാനാവാത്ത ശബ്ദമായി അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമായി മാറിയതെന്ന് നമുക്ക് വ്യക്തമാകും. ശരി, നമുക്ക് കഥയിലേക്ക് കടക്കാം. 18-ാം നൂറ്റാണ്ടാണ് കാലം. നമ്മുടെ കഥാനായകന്മാർ രണ്ടുപേരാണ്, പാറേമാക്കൽ തോമാ കത്തനാരും ജോസഫ് കരിയാറ്റൽ മൽപ്പാനും. അവരൊരുമിച്ച് ഒരു യാത്ര പോവുകയാണ്. വെറുമൊരു യാത്രയല്ല, 13 വർഷം നീണ്ടുനിന്ന ഒരു ഇതിഹാസയാത്ര. അവരുടെ ലക്ഷ്യമെന്തായിരുന്നെന്നോ? സ്വന്തം സഭയുടെ, സ്വന്തം സമൂഹത്തിന്റെ നിലനിൽപ്പും സ്വത്വവും സംരക്ഷിക്കുക. അപ്പോ എന്തിനായിരുന്നു ഇങ്ങനെയൊരു സാഹസിക യാത്ര? എന്തായിരുന്നു ആ ഒരു പ്രതിസന്ധി? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അക്കാലത്ത് മലങ്കര നസ്രാണി സമൂഹം അനുഭവിച്ചിരുന്ന ആ ഒരു ഞെരുക്കമെന്തായിരുന്നുവെന്നറിയണം. പ്രധാനമായും 2 വിദേശ ശക്തികളാണ് അന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഒന്നാമതായി പോർച്ചുഗീസുകാരുടെ പദ്രുവാദോ സംവിധാനം. പഴയ കൊളോണിയൽ അവകാശങ്ങളുടെ പേരിൽ ഇന്ത്യയിലെ സഭയുടെ പൂർണ്ണ അധികാരം തങ്ങൾക്കാണെന്ന് അവർ വാദിച്ചു. ഗോവ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ ഭരണം. മറ്റേ ഭാഗത്ത് ആരായിരുന്നു? അത് റോമിൽ നിന്നുള്ള പ്രൊപ്പഗാൻഡ ഫൈഡായിരുന്നു. അവർ ഇറ്റാലിയൻ കർമ്മലീത്ത മിഷണറിമാരെ ഉപയോഗിച്ച് വരാപ്പുഴ കേന്ദ്രീകരിച്ച് നേരിട്ട് ഭരണം നടത്തി. അപ്പൊ എന്താ അവസ്ഥ? ഒരേ സഭ, പക്ഷേ ഭരിക്കുന്നത് പരസ്പരം മത്സരിക്കുന്ന 2 യൂറോപ്യൻ ശക്തികൾ. അപ്പൊ സാഹചര്യമൊന്ന് ഓർത്തുനോക്കൂ. ഒരു വശത്ത് പോർച്ചുഗീസ് പദ്രുവാദോ, മറുവശത്ത് റോമൻ പ്രൊപ്പഗാൻഡ. ഈ 2 ശക്തികളുടെയും അധികാര വടംവലിയിൽപ്പെട്ട് ശരിക്കും ഞെരിഞ്ഞമരുകയായിരുന്നു നമ്മുടെ മലങ്കര സഭ. അവർക്ക് സ്വന്തമായൊരു നേതാവില്ല, തീരുമാനങ്ങളെടുക്കാൻ അധികാരമില്ല. ഈ അധികാര വടംവലി വെറും പേപ്പറിലൊതുങ്ങിയില്ല കേട്ടോ. 1773 നടന്നൊരു സംഭവം. അതായിരുന്നു ശരിക്കും ആ പൊട്ടിത്തെറിക്ക് കാരണമായത്. വരാപ്പുഴ മെത്രാൻ ഫ്ലോറൻസ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ചെന്ന നമ്മുടെ നാട്ടിലെ വൈദികരെ വിദേശ മിഷനറിമാർ തടഞ്ഞു. ഈ മെത്രാൻ ഞങ്ങളുടേതാണ്, നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞു പരസ്യമായി അവരെ അപമാനിച്ച് ഇറക്കിവിട്ടു. ആ അപമാനം ഒരു തീപ്പൊരി പോലെ പടർന്നു. ആ തീപ്പൊരി ആളിക്കത്തിക്കാൻ എന്ന പോലെ മറ്റൊരു ദുരന്തം കൂടി നടന്നു. എടപ്പള്ളി പള്ളിയിലെ വികാരിയായിരുന്നു ചാക്കോ കഥനാർ. അദ്ദേഹത്തിനെതിരെ വിദേശ മിഷണറിമാർ ഒരു കള്ളക്കേസ് കൊടുത്ത് ജയിലിലടച്ചു. അദ്ദേഹം ജയിലിൽ കിടന്ന് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. അവസാനം അന്ത്യകൂദാശ പോലും കൊടുക്കാതെ അദ്ദേഹം മരിക്കുകയാണ്. ഈയൊരു രക്തസാക്ഷിത്വം അതാ സമൂഹത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കി. ഇനി ഇത് സഹിക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചു. അങ്ങനെയാണ് ആ നിർണായക തീരുമാനം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സാഹസികമായൊരു യാത്രയ്ക്ക് തുടക്കമാവുന്നത്. നീതി തേടി സ്വന്തം സഭയുടെ അധികാരം വീണ്ടെടുക്കാൻ വേണ്ടി അവർ യൂറോപ്പിലേക്ക് കപ്പല് കയറി. ഈ അസാധ്യമായ യാത്രയുടെ കഥയാണ് വർത്തമാന പുസ്തകം. 1778 ഇന്ത്യയിൽ നിന്ന് തുടങ്ങിയ യാത്ര. ഇന്നത്തെപ്പോലെയല്ല, മാസങ്ങളോളം കടലിൽ. കൊടുങ്കാറ്റും പട്ടിണിയും രോഗങ്ങളും അങ്ങനെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ആഫ്രിക്കൻ തീരവും കടന്ന് ബ്രസീലും പിന്നിട്ട് 1 വർഷത്തിൽ കൂടുതൽ സമയമെടുത്താണ് അവർ യൂറോപ്പിലെത്തുന്നത് പോലും. ഒന്നാലോചിച്ചു നോക്കൂ ആ കാലഘട്ടത്തിലെ ആ യാത്രയുടെ കാഠിന്യം. യാത്രയിലുടനീളം വെല്ലുവിളികളായിരുന്നു. ബ്രസീലിൽ വെച്ച് അവരൊരു പരീക്ഷണത്തെ നേരിട്ടു. അവിടുത്തെ അധികാരികൾ അവരോട് ലത്തീൻ രീതിയിൽ കുർബാന അർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അതവരുടെ പാരമ്പര്യത്തിനും സ്വത്വത്തിനും നേരെയുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷെ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തങ്ങളുടെ പാരമ്പര്യം, തങ്ങളുടെ സ്വത്വം അത് മുറുകെ പിടിച്ച് പുരാതന സുറിയാനി ഭാഷയിൽ തന്നെ അവർ റാസ അർപ്പിച്ചു. ഇത് കണ്ട് അവിടുത്തെ ആളുകൾ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. ആ നിമിഷം അവരുടെ യാത്രയിലെ ഒരു ചെറിയ പക്ഷേ സുപ്രധാനമായ വിജയമായിരുന്നു. അങ്ങനെ 2 വർഷത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. കത്തോലിക്ക സഭയുടെ ഹൃദയമായ റോമിൽ. നീതി കിട്ടുമെന്ന വലിയ പ്രതീക്ഷയോടെയാണ് അവർ അവിടെ എത്തിയത്. പക്ഷേ അവരെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. എന്തായിരിക്കും അവർക്ക് കിട്ടിയ സ്വീകരണം? ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ലോകത്തിന്റെ മറ്റേ അറ്റത്തുനിന്ന് അവിടെ എത്തിയതല്ലേ? അവർക്ക് കേൾക്കേണ്ടി വന്ന വാക്കുകൾ ഇതായിരുന്നു. റോമിലെ പ്രൊപ്പഗാൻഡ ഫൈഡിന്റെ തലവനായ കർദിനാൾ കാസ്റ്റലി അവരോട് പറഞ്ഞു, ഇനി ശല്യമുണ്ടാക്കിയാൽ നായ്ക്കളെപ്പോലെ ആട്ടിപ്പായ്ക്കും. ഒന്നോർത്തുനോക്കൂ, എന്തൊരു അപമാനമാണത്! റോമിൽ അവർക്ക് കിട്ടിയത് ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടികളായിരുന്നു. മാർപ്പാപ്പയെ കണ്ടിട്ട് ഒരു കാര്യവുമുണ്ടായില്ല. പോരാത്തതിന്
തങ്ങളെ എവിടെ ഉപദ്രവിച്ച ഒരു പാദ്രിയെ തന്നെ അങ്ങോട്ട് മെത്രാനായി നിയമിക്കാൻ റോം രഹസ്യമായി പ്ലാനിട്ട കാര്യം അവരറിയുന്നു. അവരുടെ എല്ലാ അപേക്ഷകളും എല്ലാ വാദങ്ങളും റോം പുച്ഛിച്ചു തള്ളി. റോമിലെല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ അവർ അവസാനത്തെ ഒരു കച്ചി തുരുമ്പെന്നോണം പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് തിരിച്ചുപോയി. അവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. ഒരു നാടകീയമായ വഴിത്തിരിവ്. റോമും ലിസ്ബണും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമായിരുന്നു. റോമിൽ കിട്ടിയത് അപമാനവും അവഗണനയുമാണെങ്കിൽ ലിസ്ബണിൽ, പോർച്ചുഗലിൽ അവർക്ക് കിട്ടിയത് സഹതാപവും പിന്തുണയുമാണ്. പഴയ ശത്രുക്കളായിരുന്നിട്ട് കൂടി പോർച്ചുഗലിലെ രാജ്ഞി അവരുടെ സങ്കടം കേൾക്കാൻ തയ്യാറായി. അതൊരു ചരിത്രവിജയം തന്നെയായിരുന്നു. 1782 ജൂലൈ 16. ആ ദിവസം പോർച്ചുഗലിലെ മറിയ രാജ്ഞിയുടെ പിന്തുണയോടെ ജോസഫ് കരിയാറ്റിൽ മൽപ്പാനെ മലങ്കര സഭയുടെ തദ്ദേശീയനായ ആർച്ച് ബിഷപ്പായി പ്രഖ്യാപിച്ചു. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനാണ് അവിടെ അവസാനമായത്. അതൊരു വമ്പൻ വിജയമായിരുന്നു. വിജയത്തിന്റെ ലഹരിയിൽ അവർ നാട്ടിലേക്ക് മടക്കയാത്ര തുടങ്ങി. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. വിധിയൊരു വലിയ ദുരന്തം അവർക്കായി കാത്തുവച്ചിരുന്നു. വർഷങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലം. ആ വിജയം കൺമുന്നിൽ കണ്ടുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങുന്ന വഴി ഗോവയിൽ വെച്ച് ആർച്ച് ബിഷപ്പ് കരിയാറ്റൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരിക്കുകയാണ്. ശത്രുക്കൾ വിഷം കൊടുത്തതാണെന്നാണ് തോമാ കത്തനാർ വിശ്വസിക്കുന്നതും എഴുതിവെച്ചതും. കൈയെത്തും ദൂരത്തെ വെച്ച് ആ വലിയ സ്വപ്നം തകർന്നുപോയി. അപ്പോ ഈ ദൗത്യം വിജയമായിരുന്നോ പരാജയമായിരുന്നോ? നമുക്കൊന്ന് നോക്കാം. തദ്ദേശീയനായ ഒരു മെത്രാൻ എന്ന ലക്ഷ്യം, അത് വിജയിച്ചു. അതൊരു വലിയ വിജയം തന്നെ. പക്ഷെ വിദേശ ഭരണം പൂർണ്ണമായി അവസാനിച്ചില്ല. ഏറ്റവും വലിയ വിജയം തന്നെ ഒരു ദുരന്തത്തിൽ അവസാനിക്കുകയും ചെയ്തു. ആ യാത്ര ഒരു ദുരന്തത്തിൽ അവസാനിച്ചു എന്നു പറയാം. പക്ഷേ തോമാ കത്തനാർ ആ യാത്രയുടെ ഓരോ നിമിഷവും, ആ അനുഭവങ്ങളും പോരാട്ടങ്ങളും എല്ലാം ഒരു പുസ്തകത്തിൽ കുറിച്ചുവെച്ചു. അതാണ് വർത്തമാന പുസ്തകം. ഒരു പക്ഷേ ആ പുസ്തകമാണ് യഥാർത്ഥ വിജയം, കാലത്തെ അതിജീവിച്ച സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഇത് നമ്മളോടൊരു ചോദ്യം ബാക്കിവെക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ വില എന്താണ്? ഈ ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കാം.